ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ഹെയ് കൊച്ചി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, മറ്റേ കുറേ പേർക്ക് പോയിട്ട് സ്ട്രേഞ്ചേഴ്സിന് പോയിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരെണ്ണം കഴിച്ച 100 രൂപ, രണ്ടെണ്ണം കഴിച്ച് 200 രൂപ. പിന്നെ അവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 രൂപ സ്കീമാണ്. ഞാൻ ഇന്നലെ എറണാകുളം പോയായിരുന്നു, ഞങ്ങളുടെ ടീമിൻ്റെ എവിടെയെങ്കിലും ടീമിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എറണാകുളം പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കാറിൽ വെച്ചിരുന്ന് പറയുകയും ചെയ്ത് മറ്റേ അക്കൗണ്ട് ഹെയ് കൊച്ചി ഫോളോ ചെയ്ത് ചിലപ്പോൾ അവനെ കണ്ടാല അപ്പം ചിലപ്പോൾ അതെനിക്ക് തിന്നാനും കിട്ടും, പൈസ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. ഇവർ നല്ല ഡ്രസ്സ് കാണ്ടി പോയ സമയത്ത് ഞാൻ കുറച്ച് നേരം മറൈൻ പോയി ആരെയും കണ്ടില്ല, തിരിച്ചു പോകുന്നു. കാറിൻ്റെ അവിടെ നിന്നിട്ടാണ് ഇവൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടു. ഒരു ചേച്ചിയും കൊച്ചും പഴംപൊരിയും ബീഫും കഴിച്ചാൽ അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ കമൻറ്റ് ജസ്റ്റ് പോയി നോക്കിയപ്പോൾ ആരാന്നൊക്കെ അറിയാമ്പോൾ ഒരു ബ്രോ, ആ ബ്രോ കമൻറ്റ് ആയിട്ടാണ് ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരുത്തൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ്റെയും, പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോ ആയുള്ള ആ പെണ്ണിൻ്റെയും എന്താണ് നോട്ട് സീരിയൽ നമ്പർ D75 അങ്ങനെ അത്ര ആ ഒരു നമ്പറില്ല, ആ നമ്പർ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ജസ്റ്റ് അത് പോയി നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ പെണ്ണിൻ്റെ വീഡിയോയിലും മറ്റേ ബ്ലാക്ക് ഷർട്ട് ഇട്ടവൻ്റെ വീഡിയോയിൽ ഇവന് ഫുഡിൻ്റെ കൊടുത്തിട്ട് കാണിക്കണ നോട്ട് 100 നോട്ട് സെയിം സീരിയൽ നമ്പർ നമ്മൾ നോട്ട് 2 നോട്ട് ഒന്നിട്ട് കളറോട്ടായിരിക്കും. അല്ലെങ്കിൽ ഇവർ ഉണ്ടായിപ്പ് കാണിക്കുന്നത്, കാരണം അവർ രണ്ടുപേരും സെലിബ്രിറ്റി ആണെന്ന്. മറ്റേ സെലിബ്രിറ്റി ആയിരിക്കറിയാം, മറ്റേ ഇൻസ്റ്റയിലെ കണ്ടത് അപ്പോൾ അതായിരിക്കും തന്നെ അവരുടെ ഒപ്പം തന്നെ അവർ റീച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ അവൻ തന്നെ പോസ്റ്റ് ഇട്ട് കേരളത്തിലെ ഫാസ്റ്റസ്റ്റ് 1 മില്യൺ അടിച്ച അവൻ്റെ അക്കൗണ്ടാണ് ആയിരിക്കാം. ഞാനും ഫോളോ ചെയ്ത വെച്ചാണ്. ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ് സ്റ്റോറി ഇട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി ഇട്ടു, സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇട്ടു, റീലും ഇട്ടു. ഈ റീലിലും അങ്ങനെ 2 സ്റ്റോറി, ആ 2 റീലും സ്റ്റോറി ഇട്ടിട്ട് ഈ 2 ഇതിലും സെയിം നോട്ട്, സെയിം 100 നോട്ടിൽ സെയിം സീരിയൽ നമ്പറാണെന്ന് പറയാൻ സ്റ്റോറി അവനെ മെൻഷൻ ചെയ്ത് അവൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ പോയി കമൻറ്റ് ചെയ്തു, ബ്രോയുടെ കള്ളത്തരെ പൊക്കി ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 3-4-5 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഭയങ്കര ഒന്നും പറയാം, 3-4-5 പേര് മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ ടൈപ്പാണല്ലോ. ഞാൻ പേഴ്സണലി ഞാൻ പറയാം എനിക്ക് അവന് ജെന്യൂനായിട്ടാണ് എനിക്ക് ജെന്യൂനാണെന്ന് തോന്നി. പിന്നെ ഞാൻ ഫോളോ ചെയ്ത് എനിക്കറിയണം മിക്കവരെ കൊണ്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചത്. അതെ, ഈ സ്ക്രീൻഷോട്ടാണ് നോക്കി എൻ്റെ 273 അത്ര കണ്ടും ചോദിച്ചാൽ ഇത്ര ഫ്രണ്ട്സ് അവനെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ജയിപ്പിച്ചല്ല, ഫോളോ ചെയ്തു പോയി. പിന്നെ എനിക്ക് വന്നിട്ടുള്ള കുറേ പേര് ഇവിടെ ജയിപ്പിച്ചിട്ടുണ്ട്. ജെന്യൂനാണെന്നും പറഞ്ഞാണ് ഫോളോ ചെയ്യിപ്പിച്ചത്. പക്ഷേ ഇവനിങ്ങനെ ടൈപ്പാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, ഞാനും ജെന്യൂനാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴെല്ലാം മനസ്സിലായി ചക്രൂ ടൈപ്പാണ്. ഇന്ന് രാവിലെ അവൻ്റെ വീഡിയോ മറ്റേ നമ്മുടെ ആദ്യം ബ്രോഡ ആ വീഡിയോയിൽ ഫുൾ ഷവായിരിക്കണതാണ്. അതിന് ഞാൻ കമൻറ്റ് ഇട്ടായിരുന്നു, ബ്രോഡ കള്ളത്തരം പൊക്കി ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്നാണ് കമൻറ്റ് ഇട്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഒരു വീഡിയോ എനിക്ക് കാണാൻ പറ്റാണ്. അപ്പോൾ എനിക്കിപ്പോൾ വേറൊരു ഒരാൾ ഒരു പെണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഫുഡ് ടൈപ്പാണ് വരുന്നത്. അപ്പോഴേ ഞാൻ തന്നെ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ജെന്യൂനായിരിക്കും സീനിയർ ഞാൻ പറഞ്ഞു. ഞാൻ ആ റീൽ ജസ്റ്റ് ഡൗൺലോഡ് ആക്കിയിട്ട് എന്നോട് കുറേ പേര് പറഞ്ഞു. കുറേ പേര് എന്നോട് പറയുകയും ചെയ്ത്, എടാ ഇത് പോസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ റീലാക്കിയിട്ട്. എനിക്കറിയാൻ പാടില്ല, അവൻ ഈ ഒരൊറ്റ കാര്യത്തിൽ അവൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവൻ ഓക്കെ ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല. കിട്ടില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ അക്കൗണ്ട് ഇത് തോന്നി. അവൻ്റെ അക്കൗണ്ട് അവൻ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് എന്തോ ചെയ്ത് വെച്ചേക്കുണ്ട്. ഞാൻ ചെയ്തില്ല, അവനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ സ്റ്റോറി നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട അവൻ്റെ 2 സ്റ്റോറി എൻ്റെ സ്റ്റോറിയിൽ കാണാനില്ല. ഞാൻ കളഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ ആ 2 സ്റ്റോറി ഇല്ല. കണ്ട, ഞാൻ ഇന്നലെ ഇട്ട 2 സ്റ്റോറി ആ റീല്
ആ റീൽ സ്റ്റോറി കാണാനില്ല. ബാക്കിയല്ല സ്ക്രീൻഷോട്ട് ഉണ്ട്, സ്റ്റോറി കാണാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ പോയിട്ട് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണിട്ട് നോക്കിയപ്പോൾ അവൻ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവൻ കള്ളത്തരമൊന്നും കാണിക്കാനുള്ളത് ഞാൻ എന്ത് ചെയ്യണം? അവനെന്നല്ല ഒരു മിക്കവരും കള്ളത്തരം കാണിക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ മറ്റേ കാർ വാഷ് ചെയ്തിട്ട് അപ്പോൾ എന്നോട് പറയുമ്പോൾ ചോദിച്ചു കോപ്പിറൈറ്റ് ഏതെങ്കിലും കോപ്പി അടിച്ചല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് അതിനുള്ള മറുപടിയാണ് ചില കോപ്പി അടിക്കുന്നല്ല പിന്നെ ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് അതിൻ്റെ നോസിൻ്റെ മറ്റേ ഷാമ്പു ഇങ്ങനെ കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ തോന്നി ചെയ്താണെന്ന് പറഞ്ഞു. ഇവൻ ഉടായിപ്പാണെന്ന് എനിക്ക് ഇപ്പോഴേ വന്നില്ല. കാരണം അവൻ്റെ എന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത് ഇതാക്കിയിട്ടാകുമ്പോൾ ഞാൻ ഈ ഇതിൽ നോക്കും ഇതിൽ കേട്ടോ. ഇതില് ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടവൻ്റെ റീലാണ് അവൻ ആദ്യം പറയാനല്ല. ആ റീൽസിൽ അതിൻ്റെ ഇടയിൽ ഇട്ടതിൽ ആദ്യത്തേതാണ് ഇതിലുള്ളത്. ഈ നമ്പറാണ് ചെക്കൻ ഇതിലായിട്ടുള്ള വീഡിയോ ആണ് ഈ പെണ്ണിൻ്റെ. ഇതിൽ നോക്കി രണ്ടിൻ്റെ സീരിയൽ നമ്പർ സെയിം നമ്പറാണ്. ഈ കാണണ ഇതാണ് സീരിയൽ നമ്പർ. ഇതായിപ്പാണ് ഇതിലും ഇതായിട്ട് വേറെ കാണിക്കാറില്ല. അന്ന് അത് ഞാനിങ്ങനെ ഒരു സ്റ്റോറി അവൻ എന്നോടൊന്ന് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ എന്തിനാ ചെയ്തു അൺഫോളോ ചെയ്തിട്ട് പോയി. അൺഫോളല്ല ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ഇത്ര ഞാൻ വിചാരിച്ചത് ഇവൻ ജെന്യൂനാണെന്നാണ്. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവൻ സെലിബ്രിറ്റിയെ കൊണ്ട് ചെയ്യാൻ മിസ്റ്റേക്ക്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി ഉണ്ടായിപ്പാണ്. പിന്നെ പിന്നെ ആ പഴംപൊരി ഞാൻ ചെയ്യിച്ചില്ല വീട്ടിൽ അതും ഉണ്ടായിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ചിലപ്പോൾ പറയിക്കായിരിക്കും. കാരണം അത് ഇവൻ്റെ നാട്ടുകാരി അങ്ങനെ ആരണ്ടാണ്. പക്ഷെ ആ ചേച്ചിനെ കുറ്റം പറയല്ല, ഇവരെ കുറ്റം പറയല്ല. ഫുള്ളുണ്ടായിപ്പാണ്. ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ കളത്തിനെ കാണിച്ച് റീൽസ് ഉണ്ടാക്കണമെന്നൊക്കെ എവിടെ പോയാൽ മുമ്പ് ഒരു ടീമുണ്ടായിരുന്നു ക്യാഷ്മെൻ്റ്. പുള്ളി ചെയ്യുന്നതായിരുന്നു 2-3 സ്ഥലത്തൊക്കെ പൈസ വെച്ചിട്ട് എടുക്കുന്ന സംഭവം. ഞാൻ പോയിട്ടുണ്ട് കോതാട് ഒരു പാലത്തിൻ്റെ അങ്ങോട്ട് ഞാൻ പോയപ്പോൾ അതെൻ്റെ കൂട്ടുകാരുടെ പൈസ കിട്ടും. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ശരിയാണ് പൈസ കിട്ടി തരാമെന്ന് പറഞ്ഞു. അവരാ പുള്ളി ആരാണെന്ന് അറിയാൻ പാടില്ല, ആരാത് കണ്ടിട്ടുമില്ല. വീഡിയോ അവിടെ എത്തിയപ്പോൾ പൈസ അവിടെ കിട്ടും. ജെന്യൂനാണ്. അത് കുറേ പേര് ആ സംഭവം തുടങ്ങി വാർത്തയിലൊക്കെ വന്നു. ഇവനുണ്ടായിപ്പാണ്, ഫുള്ളുണ്ടായിപ്പാണ് എന്ന് വേണമെങ്കിൽ നോക്കിക്കോ. ഇപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ ആ വീഡിയോ ഉണ്ടാകുന്ന ഇല്ലെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ആ വീഡിയോയിൽ ഇത് ഞാൻ കാണിച്ചത് ഇതാണ് സംഭവം കൂടെ കാണിച്ചത്. എനിക്കിത്ര പറയാറുള്ളൂ. പിന്നെ നോക്കിയിട്ട് അവൻ ജെന്യൂനാണെങ്കിൽ മാത്രം അവനെ ഫോളോ